السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഏതൊരു വിശ്വാസിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ലവനായി നന്മകൾ ചെയ്ത് ഖൈറാത്തുകൾ വർദ്ധിപ്പിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ കാരണം അതല്ലെങ്കിൽ മറ്റു തിരക്കിനിടയിൽ പലപ്പോഴും നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ പോവാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും പരിഭവിക്കുകയും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള മാനസികമായൊരു ദുഃഖം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരിക്കും മിക്കവാറും വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ കാരണം, രോഗങ്ങൾ കാരണം, ക്ഷീണം കാരണമൊക്കെ കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന വ്യക്തി ചിലപ്പോഴെങ്കിലും അങ്ങനെ എഴുന്നേൽക്കാൻ കഴിയാതെ വന്നാൽ നേരം പുലരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം, പടച്ചോനെ ഇന്നലെ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ വിത്ർ നിസ്കാരം എനിക്ക് ഇന്നലെ നിർവഹിക്കാൻ സാധിക്കാതെ പോയല്ലോ എന്നതിലൊക്കെയുള്ള മനോവിഷമം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ട ഈ നന്മകൾ അത് വീണ്ടെടുക്കാൻ, അതല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്ന രൂപത്തിൽ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകും. അതെങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അത് പഠിപ്പിച്ചതായ ഹദീസുകളിൽ കാണാൻ കഴിയും. മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹു അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ ഹാലഹുൽ ലൈലു അൻ യുകാബിദഹു, ഒരാൾക്ക് രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ നിർവഹിക്കാൻ കഴിയാതെ അയാൾ ക്ഷീണം കാരണമോ മറ്റോ അതിന് സാധിക്കാതെ വന്നു. ഔ ബഖില ബിൽ മാലി അൻ യുൻഫിഖഹു, അല്ലെങ്കിൽ സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ പടച്ചോനെ എനിക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാമായിരുന്നല്ലോ, സദഖകൾ ചെയ്യാമായിരുന്നല്ലോ, എൻ്റെ കയ്യിലതിന് മാത്രമല്ല സമ്പത്തിൻ്റെ കയ്യിലില്ലല്ലോ എന്നുള്ള നിലക്കുള്ള വിഷമം ഒരാൾക്ക് അനുഭവപ്പെട്ടു. ഔ ജബുന അനിൽ അദുവി അൻ യുഖാതിലഹു, അല്ലെങ്കിൽ ശത്രുവിനോട്, ഇസ്ലാമിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന ശത്രുവിനോട് പൊരുതാൻ, യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അതിന് സാധിക്കാതെ വരുന്നു. ഇങ്ങനെയൊക്കെ വന്നാൽ ഫൽയുക്സിർ, അയാൾ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ മിൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ, തസ്ബീഹ് അവൻ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. ഫഇന്നഹാ, കാരണം ഈ തസ്ബീഹ് അഹബ്ബു ഇലല്ലാഹി മിൻ ജബലി ദഹബിൻ, സ്വർണ്ണത്തിൻ്റെ മലയേക്കാൾ അല്ലാഹു തആലാക്ക് ഇഷ്ടമാണ്. എങ്ങനത്തെ സ്വർണ്ണത്തിൻ്റെ മല? യുൻഫിഖുഹു ഫീ സബീലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ആ സ്വർണ്ണത്തിൻ്റെ മല മുഴുവൻ ദാനം ചെയ്യുന്നു, സദഖ ചെയ്യുന്നു, അതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം ഈ പറയപ്പെട്ട സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളതാണ്. ഈ തസ്ബീഹിന് എണ്ണിയാൽ തീർക്കാൻ കഴിയാത്ത അത്ര മഹത്വങ്ങൾ ഹദീസിലും ഖുർആനിലും നമുക്ക് കാണാൻ കഴിയും. മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞതായി കാണാമല്ലോ, ഒരാൾ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറഞ്ഞാൽ തിരമാല കണക്ക് പാപം ചെയ്തവനാണെങ്കിൽ തന്നെയും അല്ലാഹു അതെല്ലാം അവന് പുറത്തു കൊടുക്കും. നാവിന് ഏറ്റവും എളുപ്പമുള്ളതും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ളതുമാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മകനെ വഫാത്തിൻ്റെ സമയത്തും വിളിച്ചുകൊണ്ട് നൽകിയ വസിയത്തുകൾ കാണാം. മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മുറുകെ പിടിക്കണം, അതുപോലെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നുള്ളത് നീ മുറുകെ പിടിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ വാചകം അല്ലാഹു തആല അവൻ്റെ മലക്കുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സുബ്ഹാനല്ലാഹി ബിഹംദിഹി ആണെന്ന് ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയെത്ര മഹത്വമാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന തസ്ബീഹിന് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുർആൻ തന്നെയും പറഞ്ഞത് സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ഇങ്ങനെ തസ്ബീഹിൻ്റെ മഹത്വം ധാരാളം കാണാം. മനുഷ്യേതര ജീവികളുടെ വസ്തുക്കളുടെ നിസ്കാരമാണ് തസ്ബീഹ്. തസ്ബീഹ് കാരണമാണ് മനുഷ്യേതര ജീവികൾ നിർവഹിക്കുന്ന തസ്ബീഹ് കാരണമാണ് ഖൽക്കിന്, സൃഷ്ടികൾക്ക് അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്നതെന്ന്, അങ്ങനെ തുടങ്ങി നിരവധി മഹത്വങ്ങൾ ഈ സുബ്ഹാനല്ലാഹി ബിഹംദിഹി തസ്ബീഹിനെ കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ധാരാളം ചൊല്ലാൻ സാധിക്കണം. സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല നമുക്ക് ആ തസ്ബീഹ് കാരണം ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കപ്പെടുന്ന തുല്യമായ പ്രതിഫലങ്ങൾ അല്ലാഹു തആല നൽകുമെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആല വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. അതുകൊണ്ട് ഈ ലോക വിജയികൾ നമ്മൾ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.